ധർമ്മിഷ്ഠനായിരിക്കുക, ഏറ്റവും ശക്തമായി ലജ്ജയുള്ളവരായിരിക്കുക തുടങ്ങിയ എല്ലാ ഗുണങ്ങളും ചെറുപ്പം മുതൽക്ക് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ നിന്ന് ആദ്യമായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് ഖദീജത്ത് ബീവി റളിയല്ലാഹു അൻഹ അരികിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പറയാൻ ഇടയായത്, ഇന്നക ലതസ്തുഖുൽ ഖൗല വതസിലുർ റഹിമ വതുഖിരുൽ ലൈഫ വതഹ്മിലുൽ കല്ല വതക്സിമുൽ മഅദൂമ വതുഈനു അലാ നവാഇബിൽ ഹഖ്. തങ്ങളെ ഒരിക്കലും അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. കാരണം ചെറുപ്പത്തിലേ തങ്ങള് സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരിക്കൽ പോലും തങ്ങള് ഒരു കളവ് പറഞ്ഞതായി അറിയില്ല. വതഖിരുൽ ലൈഫ, നേരത്തെ തന്നെ തങ്ങള് ഇരുന്ന് സൽക്കരിക്കുന്ന ആളാണ്. ഒരു പൗരാണിക ഗേഹമാണ് കഅബ. തങ്ങൾ ശ്രദ്ധിക്കും ആരാണ് പുതുതായി ഈ കഅബയുടെ അടുത്ത് വന്നത്. വിദേശ നാടുകളിൽ നിന്ന് പലപ്പോഴും പല അതിഥികൾ വരാറുണ്ട്. വരുന്നവരെ തങ്ങൾ ശ്രദ്ധിക്കും. ഉടനെ അവർക്ക് താമസിക്കണം, കുളിക്കണം, ഭക്ഷണം നൽകണം. അതിനാവശ്യമായ രൂപത്തിൽ തങ്ങൾ അവരെ കൈ പിടിച്ചു കൊണ്ടുപോയി സൽക്കരിക്കും. അത് തങ്ങളുടെ ചെറുപ്പം മുതൽക്കേ ഉള്ളൊരു ശീലമാണ്. അതിഥി സൽക്കാരം ഏതൊരു നാട്ടിലെ ആളുകൾക്കും അത് ഫർദ് കിഫായ. പള്ളിയിൽ അപരിചിതരായ ആരെങ്കിലും കണ്ടാൽ ആ നാട്ടിലെ ആളുകൾ ശ്രദ്ധിക്കണം. ഇവർക്ക് ഇന്നിവിടെ താമസിക്കേണ്ടി വരുമല്ലോ, ഇവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കേണ്ടി വരുമല്ലോ, ഇന്നിവർക്ക് ഫുഡ് അക്കമഡേഷൻ വേണ്ടി വരുമല്ലോ. ഏതൊരു നാട്ടിലും വന്ന അതിഥികൾക്ക് ഫുഡ് അക്കമഡേഷൻ കൊടുത്ത് അവരെ സൽക്കരിക്കൽ അതത് നാട്ടുകാർക്ക് നിർബന്ധം. അത് ആരെങ്കിലും നോക്കിക്കൊള്ളും, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദ് ശ്രദ്ധിച്ചുകൊള്ളും. അതല്ല വേണ്ടത്, ഓരോരുത്തർക്കും അത് ഫർദ് കിഫായ. ആ ശീലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചെറുപ്പത്തിലേ ഉള്ള ഒരു ശീലം. വതക്സിബുൽ മഅദൂമ, ഇല്ലാത്തവർക്ക് തങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കും. ഒരാൾ യാത്രക്കിടെ തന്റെ ബാഗ് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പേഴ്സ് നഷ്ടപ്പെട്ടു. നാട്ടിലെത്താൻ അദ്ദേഹത്തിന്റെ അടുത്ത് വഴിയില്ല. എന്നാൽ അദ്ദേഹത്തിന് നാട്ടിലെത്താൻ ആവശ്യമായത് ഉണ്ടാക്കി കൊടുത്തു. വീടില്ല എന്നൊരു പരാതിയുമായി ഒരാളെത്തിയാൽ ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ച് അയാൾക്ക് വീട്
ഉണ്ടാക്കിക്കൊടുക്കും. ചികിത്സാവശ്യാർത്ഥം ഒരാൾ ചികിത്സക്ക് വഴിയില്ല എന്ന് പറഞ്ഞാൽ അയാൾക്ക് അത് ഉണ്ടാക്കിക്കൊടുക്കും. ഇങ്ങനെ വതക്സിബുൽ മഅദൂ തങ്ങൾക്ക് ചെറുപ്പത്തിലേ ഉള്ളൊരു ശീലമാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ് അതുപോലെ വതസിലുർ റഹീം കുടുംബങ്ങളെ എല്ലാം തങ്ങൾ ചേർത്ത് പിടിക്കും. കുടുംബങ്ങളിൽ ഛിദ്രതയും അനൈക്യവും ഉണ്ടാക്കാൻ അനുവദിക്കില്ല. അകന്നുപോയിക്കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ തങ്ങൾ ചേർത്തിപ്പിടിക്കും. ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഉണ്ടായിരുന്ന പ്രത്യേക ഗുണങ്ങളാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ എണ്ണി പറയുന്നത്. ഹക്കായ എല്ലാ വിഷയത്തിലും തങ്ങൾ അതുപോലെ സഹായിക്കും, സഹകരിക്കും. അത് പ്രബോധനം കൊണ്ട് കൽപ്പിക്കപ്പെട്ടതിനു ശേഷമല്ല, ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ഉള്ളൊരു ശീലം. അതുകൊണ്ടാണ് എല്ലാ ജനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചത്. മെഹബൂബ് സ്നേഹിക്കപ്പെട്ട മുത്തുനബിയെ മാത്രം അവർ കണ്ട് സ്വശരീരത്തെ അവർ മറന്നു. അനുരാഗികൾ ആ അനുരാഗത്തിൽ ആദരവായ തങ്ങളെ മാത്രമേ കണ്ടുള്ളൂ, സ്വന്തം ശരീരത്തെ കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാത്രമാണ് അവർ കാണുന്നത്, സ്വശരീരത്തെ അവർ കാണുന്നില്ല. ദഹബർ റൂഹു സ്വന്തം അവരുടെ ആത്മാവ് ഉരുകി ഉരുകി തീർന്നുപോയി. തങ്ങളിലങ്ങ് ലയിച്ച് ശരീരം തീർന്നുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അനുരാഗികളുടെ നേതാവ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാ നഫഅനി മാലു അഹദിൻ മാ നഫഅ മാലു അബീബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരുടെ സ്വത്ത് എനിക്ക് ഉപകരിച്ചതുപോലെ ഒരാളെ സ്വത്തും ഉപകരിച്ചില്ല. ഇത് കേട്ടപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. എന്റെ സ്വത്ത് തങ്ങളെ സ്വത്ത് എന്നിങ്ങനെ വേർതിരിച്ച് പറയാനുണ്ട്. അങ്ങനെ ഒന്നുണ്ടോ? അബൂബക്കറിന് സ്വത്തുണ്ടോ? അബൂബക്കർ എല്ലാം തങ്ങൾക്കുള്ളതല്ലേ? ഒരിക്കലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാതെ സ്വന്തത്തെ അവിടുന്ന് കാണുന്നില്ല. ഹിജ്റയുടെ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോടൊന്നിച്ച് ഹിറാ ഗാർ സൗറിൽ തങ്ങൾ എത്തുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇവിടെ ഇരിക്കൂ. അകത്ത് കയറി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ ചെറിയ മാളങ്ങൾ, ഹോളുകൾ, അതെല്ലാം തന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രസ് അത് വലിച്ചു കീറി എല്ലാം അടച്ചു. അവസാനം ഒരു ഹോള് ബാക്കി വന്നപ്പോൾ തന്റെ കാലിന്റെ മടമ്പ് അതിന് നേരെ വെച്ച് അടച്ച ചരിത്രം നമുക്കറിയാം. വർഷങ്ങൾക്ക് മുൻപ് മുത്തുനബിയുടെ ആഗമനം മണത്തറിഞ്ഞൊരു സർപ്പം അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ കടിച്ചു. കടിക്കുമ്പോൾ കാലനക്കുകയല്ലേ വേണ്ടത്? അനക്കിയില്ല. ആ പാമ്പ് കടിച്ച് വീണ്ടും 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 കടിച്ച് അതിന്റെ
വേദന കൊണ്ട് കണ്ണുനീർ തന്റെ കണ്ണിൽ നിന്ന് ഇറ്റി തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീഴുമ്പോഴാണ് മാബിക്കയാബക്കർ, എന്തുപറ്റി, നിങ്ങൾക്ക് എന്തുപറ്റി? അപ്പോഴും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം ഓർമ്മയില്ല. തങ്ങളെ മാത്രമാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് ഓർമ്മ. ഈ തങ്ങളിൽ ലയിച്ച് സ്വശരീരം അങ്ങില്ലാതെയായിരിക്കുകയാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ മുത്തുനബി ഉമിനീര് പുരട്ടി സുഖം പ്രാപിച്ചു. പറയുന്നു, അബൂബക്കർ, നിങ്ങൾക്ക് അതിഭയങ്കരമായിട്ട് ദാഹിക്കുന്നു എന്ന് 7 ആകാശങ്ങൾക്കപ്പുറം മലക്കുകൾ ചർച്ചയില്ല. നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്ന ചർച്ചയിലാണ്. അള്ളാഹു പറയുന്നു, അബൂബക്കറിന് സ്വർഗീയ പാനീയം കൊടുക്കണം. സ്വർഗീയ പാനീയം കൊടുക്കണമെന്ന് അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് മലായിക്കത്തിന് ഓർഡർ ലഭിക്കുമ്പോൾ പ്രോട്ടോകോൾ തെറ്റിക്കുകയാണല്ലോ. സ്വർഗത്തിലെ പാനീയം കഴിക്കാൻ, അത് കുടിക്കാൻ ഒരു പ്രോട്ടോകോൾ ഉണ്ട്. മരണം വേണം. മരിച്ചതിന് ശേഷം അത് കിട്ടൂ. അബൂബക്കർ നിങ്ങളുടെ കാര്യത്തിൽ എല്ലാ പ്രോട്ടോകോളും ലംഘിച്ചിരിക്കുന്നു. ഈ കാണുന്ന മാളത്തിന്റെ മറുവശത്ത് സ്വർഗത്തിലെ പാനീയമുണ്ട്, നിങ്ങൾ പോയി കുടിച്ചാൽ. ഈ ലോകത്ത് വെച്ച് മരിക്കുന്നതിന്റെ മുൻപ് സ്വർഗത്തിലെ പാനീയം കുടിച്ച മഹാനാണ് അബൂബക്കർ സിദ്ദീഖ്. മൗലിദിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയത് കാണാം. മഹാനായ ഇമാം ഖസ്വല്ലാനി, അതുപോലെ ഹലബി, അവരൊക്കെ രേഖപ്പെടുത്തിയത് കാണാം. അല്പസമയം കഴിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അബൂബക്കർ, നിങ്ങളുടെ കയ്യിൽ ഒരു ഡ്രസ്സില്ലേ, നല്ല ഡ്രസ്സ്, ഹിജ്റ പോകുമ്പോൾ ധരിക്കാൻ വേണ്ടി കരുതി വെച്ചൊരു ഡ്രസ്സില്ലേ? ഉണ്ടായിരുന്നു. അതെവിടെ? ആ ഡ്രസ്സല്ലേ തങ്ങളെ ഞാൻ വലിച്ചു കീറി ഈ ഹോളുകളൊക്കെ അടച്ചത്. ഈ ഗുഹയ്ക്കകത്തുള്ള ചെറിയ ചെറിയ ഹോളുകൾ, അത് അടച്ചത് എന്റെ ആ പുതിയ ഡ്രസ്സുകൾ വലിച്ചു കീറിയല്ലേ. പിന്നതെവിടെ? അതില്ലല്ലോ. ഓർത്തു നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്ത് നബിയെ മാത്രമേ കാണുന്നു. യാത്ര തുടർന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദാഹിക്കുന്നുണ്ട്, സിദ്ദീഖുൽ അക്ബറിനും ദാഹിക്കുന്നു. അങ്ങ് എവിടെയോ പോയി ഒരു പാത്രം ആട്ടിൻ പാല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംഘടിപ്പിക്കുകയാണ്. ആ ഒരു ഗ്ലാസ് ആട്ടിൻ പാൽ, ഒരു പാത്രത്തിൽ പാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുക്കുന്നു. ഇശ്റബ്, തങ്ങൾ കുടിക്കൂ. പകുതി കുടിച്ചു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, അല്ല ഇശ്റബ്, തങ്ങൾ കുടിക്കൂ. വീണ്ടും തങ്ങൾ, അബൂബക്കർ, അല്ല തങ്ങൾ ഇശ്റബ്, തങ്ങൾ കുടിക്കും. ഒരു തുള്ളി പാല് പോലുമില്ലാതെ മുഴുവനും തങ്ങൾ കുടിച്ചു തീർന്നപ്പോൾ അബൂബക്കർ, എന്റെ ദാഹം തീർന്നു, എന്റെ ദാഹം തീർന്നു, തങ്ങൾ കുടിച്ചു, എന്റെ ദാഹം തീർന്നു. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ ലയിച്ചവരാണ് മഹാന്മാരായ സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അവരങ്ങ് ലയിച്ചു. ഉരുകി ഉരുകി അവർ ഇല്ലാതെയായി. അവരെ കണ്ണിലും അവരെ മുക്കിലും അവരെ മുൻപിലും ആദരവായ തങ്ങൾ മാത്രം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പാവങ്ങൾ എങ്ങനെ നബിയെ സ്നേഹിക്കാതിരിക്കും? ഏറ്റവും കൂടുതൽ തങ്ങളോടടുത്തവർ പാവങ്ങളാണ്. പാവങ്ങൾ എങ്ങനെ സ്നേഹിക്കാതിരിക്കും? പാവങ്ങൾക്കും അശരണർക്കും അത്താണിയായിട്ടല്ലേ തങ്ങൾ വന്നത്? ഇബ്ഗൂനി ഫീ ദ്വാഫാഇക്കും, നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത് നിങ്ങളിൽപ്പെട്ട ദുർബലരായ ജനങ്ങളിലാണ്. അതെല്ലാം സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ട്, അന്യവൽക്കരിക്കപ്പെടുന്നുണ്ട്, സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അത്തരം വിഭാഗത്തിന് വേണ്ടി മാത്രമാണ് ഏറ്റവും കൂടുതൽ തങ്ങൾ സങ്കടപ്പെട്ടതും തങ്ങൾ പ്രവർത്തിച്ചത്. യുക്തിവാദി ജബ്ബാർ പറഞ്ഞതുപോലെ, യുക്തിവാദി ജബ്ബാർ പറയുന്നു, ഈ ലോകത്ത് അൽ ഖായിദയുടെ നേതാവിനേക്കാൾ ഏറ്റവും വലിയ ഭീകരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും അത്രയ്ക്കും വിദ്വേഷമുള്ള ഒരാൾക്കല്ലാതെ അത് പറയാൻ കഴിയില്ല. എന്തൊരു മൂല്യമാണ് മുഹമ്മദ് നബി പഠിപ്പിച്ചത് എന്നാണ് ജബ്ബാർ ചോദിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ സർവമൂല്യങ്ങളും പഠിപ്പിച്ചിരിക്കുന്നത്? എല്ലാ പാവങ്ങളെയും മാതാപിതാക്കളെയും സദാചാര മൂല്യങ്ങളെയും എല്ലാം പഠിപ്പിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂറോപ്യൻ എഴുത്തുകാരനായ ലാമർട്ട് പറഞ്ഞു, ഏതൊരു ദിശയിൽ കൂടി തങ്ങളെ മുഹമ്മദിനെ പഠിച്ചാലും, മാനുഷിക ഗുണങ്ങൾ ഏതടിസ്ഥാനപ്പെടുത്തി പഠിച്ചാലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറികടക്കുന്ന ഒരാളെയും ലോക ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. അന്യവൽക്കരിക്കപ്പെടുന്ന ഒന്നാമത്തെ വിഭാഗമാണ് യതീമുകൾ. യതീമുകളും ഞാനും യതീമും ഇങ്ങനെയാണ് എന്നാണ് മുത്തുനബി പഠിപ്പിച്ചിട്ടുള്ളത്. ഏതെല്ലാം രൂപത്തിൽ യതീമിനെ സംരക്ഷിക്കുന്നവനെ നബിക്ക് ചേർത്തി പിടിക്കാമായിരുന്നു. എന്നോട് ഇത്രയും ചേർന്ന് നിൽക്കുന്നവനാണ് അനാവക്കാഫിലുൽ യതീം. അഗതികൾ, വിധവകൾ, സ്ത്രീകൾ തുടങ്ങി സമൂഹത്തിൽ അന്യവൽക്കരിക്കപ്പെടുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ വിഭാഗത്തിന്റെയും ഉന്നമനത്തിനും ഉയർച്ചയ്ക്കും ഏറ്റവും കൂടുതൽ ശബ്ദിച്ചത്, പ്രവർത്തിച്ചത്, അത് ജീവിതത്തിൽ കാണിച്ചു തന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ചോദിച്ചാലും തങ്ങൾക്ക് കൊടുക്കാൻ മടിയില്ല. സഹീഹുൽ ബുഖാരിയിൽ കാണാം, ഒരു സ്ത്രീ ഒരിക്കൽ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗന്ദര്യമുള്ള ഒരു ഷർട്ട്, ഒരു വസ്ത്രം തയ്ച്ചു കൊടുക്കുകയുണ്ടായി. സഹീഹുൽ ബുഖാരിയിൽ ആ വസ്ത്രം ഭംഗിയുടെ നിറകുടമായ തങ്ങളുടെ ശരീരത്തിൽ ചാർത്തിയപ്പോൾ തങ്ങൾക്ക് 10 മടങ്ങ് ഭംഗി വർദ്ധിച്ചു. അവിടുത്തെ മുഖത്ത് അതിന്റെ സന്തോഷം പ്രകടമായി. ഹദീസിൽ കാണാം, ആ വസ്ത്രം ധരിച്ചുകൊണ്ട് തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് വരുന്നത് വളരെ ആകാംക്ഷയോടെ ഞങ്ങൾ നോക്കി നിന്നു. ഞങ്ങൾക്ക് മനസ്സിലായി തങ്ങൾക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് പോകുന്ന സമയത്ത് ഒരു സ്വഹാബി എഴുന്നേറ്റു, തങ്ങളെ ആ ഷർട്ട് എനിക്ക് തരുക. നമ്മുടെ അവസ്ഥ എന്താ? തരാം. ഉടനെ റൂമിൽ പോയി അത് മാറ്റി ആ വസ്ത്രം എടുത്ത് മടക്കി അയാൾ കൊണ്ടുപോയി. സ്വഹാബത്ത് മുഴുവനും അയാളെ പഴിച്ചു. നീ ചോദിക്കാൻ പാടുണ്ടോ? നിനക്കറിയില്ലേ തങ്ങൾ ചോദിച്ചാൽ തരുന്നു?
ചോദിച്ചാൽ ഒന്നും തരാതിരിക്കില്ല. അങ്ങനെ തങ്ങളോട് ചോദിക്കാൻ പാടില്ല. തങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നില്ലേ അത്? വലിയ സൗന്ദര്യമായിരുന്നില്ലേ അത്? ആ സഹാബി ആരാണ്? വേറെ റിപ്പോർട്ടിൽ കാണാം അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു. മക്കയും മദീനയും ഒന്നിച്ച് വിലക്ക് വാങ്ങാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക്. ആ കുപ്പായത്തിന്റെ ശീലയും അതുപോലത്തതും ടാക്കക്കണക്കിന് വാങ്ങാൻ സാമ്പത്തിക ശേഷിയുണ്ട്. പക്ഷേ ഞാൻ അത് വാങ്ങിവെച്ചത് ഈ പാവപ്പെട്ട അബ്ദുറഹ്മാൻ നാളെ മരണപ്പെട്ട് ഖബറിലേക്ക് ഇറക്കി വയ്ക്കുമ്പോൾ ഹബീബിന്റെ ശരീരത്തിൽ തട്ടിയിട്ടുള്ള വസ്ത്രമായാൽ എനിക്ക് രക്ഷക്കത് മതി, അതിലൂടെ ഞാൻ രക്ഷപ്പെടും. എന്റെ കഫൻ തുണിക്ക് വേണ്ടിയാണ് ഞാനത് വാങ്ങിവെച്ചത്. ബാബുൻ ഹൽ യശ്തരി കഫനഹു, ഒരാൾക്ക് തന്റെ കഫൻ ഫുഡ നേരത്തെ വാങ്ങിവെക്കാൻ പറ്റുമോ എന്ന് ചർച്ച ചെയ്യുന്ന ബാബിലാണ് ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തും കൊടുക്കും, എത്രയും കൊടുക്കും, തീർന്നു പോകും എന്ന് പേടിയില്ലാതെ കൊടുക്കും. അതേ സമയത്ത് ദാരിദ്ര്യത്തിന്റെ ജീവിതം. മദീനത്തു പള്ളിയിൽ 70 സ്വഹാബികൾ എപ്പോഴും ആ 70 പേർക്കും ഭക്ഷണം കൊടുത്ത് കഴിച്ച് അവർക്ക് ഫുഡ് കൊടുത്ത് വീട്ടിലേക്ക് പോകുമ്പോൾ വയറ് ഒട്ടി വയറ്റത്ത് കല്ല് വെച്ച് കിടന്നുറങ്ങിയിരുന്ന മുഹമ്മദ് മുസ്തഫ ഔത്താസ് യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ തടവുകാരായ ധാരാളം അടിമ സ്ത്രീകളെ കിട്ടിയപ്പോൾ തന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ച പ്രിയപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് പൊട്ടിയ കൈ കാണിച്ചു കൊടുത്തു. കണ്ടില്ലേ, ആട്ടുകല്ല് പിടിച്ചിട്ട് കൈ പൊട്ടിയതാ. അറബികളുടെ വീടുകളിലൊക്കെ ഹുദാമീങ്ങളാണ്. ഹദാമീങ്ങളില്ലാത്ത വീടുകളില്ല. ലോകനേതാവ് മുത്തുനബിന്റെ മകൾ ഫാത്തിമാക്ക് ഹദാമികളില്ല. ഈ കൈ കൊണ്ട് നീ ആട്ടുകല്ല് പിടിച്ചൂടാ, ഗോതമ്പ് പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് ധാരാളം അടിമ സ്ത്രീകളെ കിട്ടി എന്നല്ലേ കേട്ടത്? ഒന്നിനെ തങ്ങൾ എനിക്ക് തന്നാൽ ഈ പൊട്ടിയ കൈ ഒന്ന് വിശ്രമിക്കാമായിരുന്നു, എനിക്ക് വീട്ടുജോലിക്ക് സഹായകമാകുമായിരുന്നു. പി ടി ഭാസ്കര പണിക്കർ തന്റെ ഇസ്ലാമും കമ്മ്യൂണിസവും എന്ന പുസ്തകത്തിൽ പറഞ്ഞു, സ്വന്തം മകളെ സ്വാന്തന വാക്കുകൾ പറഞ്ഞ് മോളെ നമുക്കുള്ളതല്ല, നമുക്കത് വേണ്ട, നാം ആഖിറത്തിന്റെ മക്കളാണ് എന്ന് പറഞ്ഞ് നീ കിടന്നുറങ്ങുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ തീർത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലാ അല്ലാഹു വല്ലാഹു അക്ബർ ഇത് ചൊല്ലിയാൽ നിനക്ക് ഖിദ്മത്തിന് ആള് വേണ്ടി വരില്ല. നിന്റെ വീട്ടു ജോലി ചെയ്യാൻ വേറെ ആള് വേണ്ടി വരില്ല. ഇന്നു മുതൽ പരിശോധിച്ചോളൂ, നിങ്ങളെ വീട്ടിൽ വീട്ടുജോലിക്ക് പിന്നെ ആള് വേണ്ടി വരില്ല. അത്രയും പ്രയാസങ്ങളും രോഗങ്ങളും ഉണ്ടാവില്ല. പറഞ്ഞത് സത്യമാണ്. അലി റളിയല്ലാഹു അൻഹു തങ്ങൾ സിഫീൻ യുദ്ധം നടക്കുമ്പോൾ അതിന്റെ പിറ്റേ ദിവസം ചോദിച്ചു സ്വഹാബികളിൽപ്പെട്ട ഒരാൾ, പിന്നെ നിങ്ങൾ നിർത്തിയില്ലേ? ഇല്ല. അപ്പൊ സിഫീൻ യുദ്ധത്തിന്റെ അന്നും രാത്രിയിൽ ഞാനത് ചൊല്ലിയിട്ടുണ്ട്, ഉപേക്ഷ വരുത്തിയിട്ടില്ല. എന്റെ ഹബീബ് പറഞ്ഞ ഉപദേശമാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് അനുധാവനം ചെയ്ത് ഫോളോ ചെയ്യുമ്പോൾ നാം ഉരുകി ഉരുകി നബിയിൽ ഇല്ലാതെയാവും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അതേ ഇഷ്ക് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. ഒന്ന് ചെറുപ്പക്കാരെ ഒന്ന് സ്നേഹിച്ചു നോക്കൂ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ചു നോക്കൂ, ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അടുത്തു നോക്കൂ. അതിന് എല്ലാ തിന്മകളിൽ നിന്നും
എല്ലാ ദോഷങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ, തങ്ങളെ ഒന്ന് കാണാൻ എന്തു ചെയ്യണം? ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി റഹിമഹുല്ലാഹ്, അബ്ദുൽ വഹാബ് ഷൈറാനി റളിയല്ലാഹു അൻഹു, അവരെ ഉസ്താദ് ഒരു ദിവസം 40,000 സ്വലാത്ത് ചൊല്ലും. ഒരു ദിവസം 40,000 സ്വലാത്ത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തപ്പോൾ ഹദീസ് ഓതിക്കൊടുത്തു. മൻ റആനി ഫിൽ മനാം, എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ ഫസയറാനി ഫിൽ യഖ്ള, ഉണർച്ചയിൽ എന്നെ കാണും. ഉണർച്ചയിൽ എന്നെ കാണും എന്നതിന്റെ അർത്ഥം ചില പണ്ഡിതർ പറഞ്ഞു ആഖിറത്തിൽ വെച്ച് കാണും എന്നാണ്. സുയൂത്തി പറഞ്ഞു അല്ല, ആഖിറത്തിൽ വെച്ച് എല്ലാവരും കാണൂലേ, ദുനിയാവിൽ വെച്ച് തന്നെ കാണും. ദുനിയാവിൽ വെച്ചു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടവർ കാണും. അപ്പോ ശിഷ്യന്മാര് ചോദിച്ചു, എന്നാ പിന്നെ നിങ്ങൾ കണ്ടുകണോ? ഞാൻ കണ്ടുകണോ, അത് പറയാനുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനുണ്ടോ? അല്ലാ, ഉസ്താദ് വളരെ നല്ല മൂഡിലാണ് എന്ന് മനസ്സിലായപ്പോ കുട്ടികൾ വീണ്ടും ചോദിച്ചു, നിങ്ങളുടെ മുത്തുനബിയോട് വല്ലതും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട്, എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ അവസാനമായി തങ്ങളോട് ചോദിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? തങ്ങളോട് അവസാനമായിട്ട് എന്താ ചോദിച്ചത്? അതെനിക്കറിയാം. ഞാൻ സ്വർഗത്തിലാണോ നരകത്തിലാണോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ സ്വർഗത്തിലാണ് എന്ന് ആദരവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബി എപ്പോഴും ഇങ്ങോട്ട് ഇടപെടും, നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഇടപെടും, നമുക്ക് ആവശ്യമായതൊക്കെ പറഞ്ഞു തരും, നമുക്ക് ചോദിക്കാൻ പറ്റും. അതിന് തങ്ങളോടൊന്ന് ഇഷ്ക് വെച്ചടുത്ത് നോക്ക്, ഹൃദയം കൊണ്ടടുത്ത്, ഹൃദയം കൊണ്ട് നബിയിലേക്കൊന്ന് അടുത്തു നോക്ക്, ഹൃദയം കൊണ്ട് നബിക്കൊന്ന് സലാത്ത്. എല്ലാ തിന്മയെ തൊട്ടും തടയാനുള്ള കാരണം തങ്ങളോട് ചോദിച്ചപ്പോൾ കസ്റത്തു സ്വലാത്ത് തദ്ഫഉൽ മആസി, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കൽ അത് തെറ്റുകളെ തടയും. സലാത്ത് ചൊല്ലി 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 നമ്മുടെ എല്ലാ സന്ദർഭങ്ങളിലും നാം അറിയാതെ സലാത്തുകൾ വരും. അങ്ങനെ ആ പ്രത്യേക അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ മദീന നമ്മുടെ വിഷയത്തിൽ ഇടപെടും. തങ്ങള് നമ്മെ അരികിലെത്തും, തങ്ങൾ നമ്മെക്കുറിച്ച് അന്വേഷിക്കും, തങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടും. ആ ഒരു രൂപം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഴ് ചെയ്യുന്നതിലൂടെ, വിശ്വസിക്കുന്നതിലൂടെ, ആദരിക്കുന്നതിലൂടെ, മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് കണ്ടെത്താം. അതുകൊണ്ട് ചെറുപ്പക്കാർ നമുക്ക് മാറണം, നമുക്കും അതൊക്കെ ഒന്ന് ആസ്വദിക്കണം, നമുക്കും ആ രൂപത്തിലായി തീരണം. മദീന നമ്മയെക്കുറിച്ച് ഒരാൾ എ പി ഉസ്താദിന്റെ അടുത്ത് പോയി വന്നപ്പോ, നിങ്ങൾ ഉസ്താദ് ചോദിച്ചീനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉസ്താദ് ചോദിച്ചോ? എന്നാൽ മദീനയിൽ ഈന്തപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവള്ളികളുടെയും ഇടയിൽ പരിലസിക്കുന്ന മദീന മുനവ്വറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന തങ്ങള് നിങ്ങളെ ചോദിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളെ വിഷയത്തിൽ ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, അന്വേഷിക്കും, ഇടപെടും, കാണും, വരും, എല്ലാം ചെയ്യും. എത്ര ആളുകൾ ഇപ്പോഴും അങ്ങനെയുണ്ട്? ഹബീബായ തങ്ങളെ കാണുന്ന എത്ര ആളുകൾ, എത്ര ചെറുപ്പക്കാർ. അവർ പാവങ്ങളാണ്, അവർ പാവങ്ങളാണ്, അവർ കൂടുതൽ പഠിച്ചവരായിരിക്കുകയില്ല, പക്ഷെ തങ്ങളെ അവരറിഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ ഒരു ഹൃദയവും സ്നേഹവും ലഭിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ക്ലാസും കൂടലും അതിന് നിമിത്തമായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ.
തങ്ങളെക്കുറിച്ച് പറയുന്ന മജ്ലിസിലേക്ക് ചായ, ചീരണി, എന്ത് സഹായം നൽകുന്നവരെയും അവിടുത്തെ ആശിക്യങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അവരെ പ്രശ്നങ്ങളിൽ ഹബീബായ തങ്ങൾ ഇടപെട്ട് പരിഹാരം നൽകുമാറാവട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما آمين برحمتك يا رب.